Dear students, welcome to Sapphire Future Academy Board Boosters series. Today, we are going to discuss about the topic genetics, principle of inheritance and variation. അതായത് പ്ലസ് ടുവിൽ ജെനറ്റിക്സിൽ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. സെക്കൻഡ് വൺ ഈസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ സെഷനിൽ we are discussing about part 1 of principle of inheritance and variation. Okay? At first, what is genetics? What is genetics? Genetics is a study of inheritance and variation. Genetics is a branch of biology which deals with the study of inheritance and variation. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാട്ട് ഈസ് വേരിയേഷൻ. അപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ലുക്ക്, ഫസ്റ്റ് പോയിന്റ്, ജെനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീലിംഗ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ദെൻ സെക്കൻഡ്, വാട്ട് ഈസ് ഹെറിഡിറ്റി? എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ? ദാറ്റ് ഈസ് ദി ട്രാൻസ്മിഷൻ ഓഫ് ഇൻഹെറിറ്റബിൾ ക്യാരക്ടേഴ്സ് ഫ്രം പാരന്റ്സ് to their progenies. പാരന്റ്സിൽ നിന്നും കുട്ടികളിലേക്ക് വരുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആ ഒരു ക്യാരക്ടേഴ്സ്, ആ ഒരു ഹെറിഡിറ്റബിൾ ആയിട്ട് കിട്ടുന്ന ക്യാരക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താ? ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് ബൈ ദിസ് പ്രോസസ് ട്രയഡ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരന്റ്സ് ടു their offsprings. And continuity of gene pool is maintained by the presence or the process of inheritance. അതായത് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റിയുടെ ബേസിസിൽ വരുന്നതാണ് ഇൻഹെറിറ്റൻസ്. ദാറ്റ് മീൻസ് ട്രയഡ്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. ട്രയഡ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരന്റ്സ് ടു പ്രോജനി, നോട്ട് ഫ്രം ടു പ്രോജനി. കണ്ടിന്യൂറ്റി ഓഫ് ജീൻ പൂൾ, അതായത് ഇതിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടണം. ഈ ജീൻ പൂളിന് കണ്ടിന്യൂഷൻ വേണം, പാരമ്പര്യമായിട്ട് കണ്ടിന്യൂഷൻ വേണം. അപ്പൊ കണ്ടിന്യൂറ്റി ഓഫ് ദ ജീൻ പൂൾ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ, ഈ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബൈ ദ പ്രോസസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് വഴിയാണ്, പാരമ്പര്യം വഴിയാണ് ഈ കണ്ടിന്യൂറ്റി ഓഫ് ജീൻ പൂൾ കിട്ടുന്നത്. ഇനി ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജീൻസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ജീൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ക്രോമസോംസ്. ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് കോയിൽഡ് ആൻഡ് കണ്ടൻസ്ഡ് ടു ഫോം ക്രോമസോംസ്, അല്ലെ? അപ്പൊ ക്രോമസോമിലാണ് എന്തിരിക്കുന്നത്? ജീൻസ് ഇരിക്കുന്നത്. ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. Then what is variation? Variation എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? വേരിയേഷൻ, വ്യത്യാസം, അല്ലേ? We are not exactly similar to that of our parents. നമ്മുടെ പാരന്റ്സിനെ പോലെ എക്സാക്ട്ലി സിമിലർ അല്ലല്ലോ നമ്മള്. നമുക്ക് എന്തുണ്ട്? നമുക്ക് ചേഞ്ചസ് ഉണ്ട്, നമുക്ക് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയേഷൻ എക്സിസ്റ്റ് എമംഗ് ഇൻഡിവിജ്വൽ ഓഫ് വൺ സ്പീഷീസ്. വേരിയേഷൻ ഇസ് ഡ്യൂ ടു, വേരിയേഷൻ വരുന്നത് എങ്ങനെയെല്ലാമാണ്? ഡ്യൂ ടു ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മിയോസിസിന്റെ സമയത്ത് പാക്റ്റിൻ സ്റ്റേജിൽ വരുന്നതാണ് ക്രോസിംഗ് ഓവർ, അല്ലെ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമലോഗസ് ക്രോമസോം, അതിനെയാണ് ക്രോസിംഗ് ഓവർ. ദെൻ റീകോമ്പിനേഷൻ, 2 ക്രോമസോംസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ, അതുമല്ലെങ്കിൽ മ്യൂട്ടേഷൻ, സഡൻ ചേഞ്ച് വന്നാൽ, അതുമല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഫക്ട്സ് ഓൺ ദി എക്സ്പ്രഷൻ ഓഫ് ജീൻസ്. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാം? വേരിയേഷൻസ് വരാം. അതിൽ ഒന്നാമത്തെ കാരണമാണ് ക്രോസിംഗ് ഓവർ. സെക്കൻഡ് വൺ ഈസ് റീകോമ്പിനേഷൻ. Third one is mutation and environmental effects on the expression of genes present on chromosomes. അപ്പോൾ ഇതെല്ലാം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. What is genetics? What is heredity? What is inheritance? Then what is genes? How does variation occur? ഇനി who is the father of genetics? നിങ്ങൾക്കറിയായിരിക്കും ആരാണ് ഈ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു.
അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ കുറെ എക്സ്പെരിമെന്റൽ ക്രോസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, മെൻഡൽസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ എന്തായിരുന്നു? മെൻഡലിന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ എന്താ? ഗാർഡൻ പീ പ്ലാന്റ് ആണ്. ഗാർഡൻ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം ആണ് പൈസം സറ്റൈവ. He conducted experiments on garden pea family. ഫാബേസി ആണ്. നമ്മൾ +1 ഫാബേസി ഫാമിലിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഗാർഡൻ പീ എക്സ്പെരിമെന്റേഷൻ. അതിനകത്ത് നമ്മൾ സയന്റിഫിക് നെയിം പറയുന്നതാണ് പൈസം സറ്റൈവം. ഇയർ നോക്കിയേ, 7 years നീണ്ടു നിന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. 1856 to 1863. And proposed the law of inheritance in living organism. അതായത് ഇദ്ദേഹത്തിന്റെ ഈ എക്സ്പെരിമെന്റ്സിൽ നിന്നും അദ്ദേഹം കുറെ ലോസ് പറയാണ്. അത് ഇൻഹെറിറ്റൻസിന്റെ കുറെ, പാരമ്പര്യത്തിന്റെ കുറെ ലോസ് ആണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതില് ഫസ്റ്റ് നോക്കുക, why Mendel is selected this material as experimentation. This പൈസം സറ്റൈവം is an experimental material. എന്തുകൊണ്ടാണ് മെൻഡൽ ഈ പൈസം സറ്റൈവത്തെ എക്സ്പെരിമെന്റേഷൻ മെറ്റീരിയൽ ആയിട്ട് എടുത്തത്? അതിൽ പറയുന്ന നോക്കി, ഒന്നാമത്തെ നോക്കിയേ, ഫസ്റ്റ് ഈസി അവൈലബിലിറ്റി ഓൺ ദ ലാർജ് സ്കെയിൽ അല്ലെ. പൈസം സറ്റൈവ് എന്ന് പറഞ്ഞാൽ പയറ് ചെടിയുടെ ഒരു സ്പീഷീസ് ആണ്. ഇത് ഈസി അവൈലബിലിറ്റി, അത് ലാർജ് സ്കെയിലിൽ കിട്ടാനായിട്ട് സാധ്യതയുള്ളതാണ്. സെക്കൻഡ്, മെനി വെറൈറ്റീസ് ആർ അവൈലബിൾ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിന്റെ പല വെറൈറ്റീസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, അത് ഹൈറ്റ് കൂടിയത് ടാൾ പ്ലാന്റ് എന്ന് പറയും, ഹൈറ്റ് കുറഞ്ഞത് ഡോർഫ് പ്ലാന്റ് എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ പോഡ് ഷേപ്പ്, പോഡ് കളർ, ദെൻ ഫ്ലവർ പൊസിഷൻ, ഫ്ലവർ കളർ, അങ്ങനെ പല വെറൈറ്റീസ് ഇതിന്റെ കിട്ടുന്ന, പല സ്വഭാവങ്ങളുള്ള വെറൈറ്റീസ് കിട്ടും. അതുകൊണ്ടാണ് അത് എടുത്തത്. സെക്കൻഡ് പോയിന്റ്. തേർഡ്, ദേ ആർ സെൽഫ് പോളിനേറ്റഡ്. ഇവർക്ക് സെൽഫ് പോളിനേഷൻ ഉണ്ട്, കാരണം ഇത് ബൈസെക്ഷൽ ഫ്ലവർ ആണ്, അതുകൊണ്ട് സെൽഫ് പോളിനേഷൻ ഉണ്ട്. ഇനി ഈ സെൽഫ് പോളിനേഷൻ ഇല്ല എന്ന് തന്നെ വിചാരിക്കുക, ഇല്ലെങ്കിൽ എന്താണ്, നമുക്കതിനെ ഈസി ആയിട്ട് ക്രോസ് പോളിനേഷൻ നടത്താനായിട്ട് സാധിക്കും. ക്രോസ് പോളിനേഷൻ ബൈ ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്, അത് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് മെൻഡൽ ഏത് പ്ലാന്റ് എക്സ്പെരിമെന്റേഷൻ മെറ്റീരിയൽ ആയിട്ട് സെലക്ട് ചെയ്തത്? പൈസം സറ്റൈവം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഈസി അവൈലബിലിറ്റി ഓൺ ലാർജ് സ്കെയിൽ. സെക്കൻഡ്, മെനി വെറൈറ്റീസ് ആർ അവൈലബിൾ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. തേർഡ് പോയിന്റ്, they are self pollinated and can be cross pollinated easily in case self pollination does not occur. Okay, then അങ്ങനെ മെൻഡൽ എന്താ ചെയ്തത്? അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് മെൻഡൽ പൈസം സറ്റൈവത്തെ എക്സ്പെരിമെന്റേഷൻ മെറ്റീരിയൽ ആയിട്ട് എടുത്തത്. ഇനി അദ്ദേഹം എന്താ ചെയ്തത് നോക്കിയേ, 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ്, 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ഓഫ് പൈസം സറ്റൈവം. 14 ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ പ്യുവർ ലൈൻസ് എന്ന് പറയും. പ്യുവർ ലൈൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ സെൽഫ് പോളിനേഷൻ നടത്തുക. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവരുടെ ജീനോടൈപ്പ് ഹോമോസൈഗസ് കണ്ടീഷനിലേക്ക് മാറും. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ 2 അലീൽസും ഒരേപോലെയുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് ടോൾ പ്ലാന്റ് ആണ്. ഇതിന് നമ്മൾ പറയുന്നത് ഇത് പ്യുവർ ലൈൻസ് ആണ്. പ്യുവർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ്. എങ്ങനെ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് വരുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടത്തുക. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് പ്യുവർ ലൈൻസിനെ കിട്ടും, അതിന്റെ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസിനെ കിട്ടും. ഇത് പ്യുവർ ലൈൻ ടോൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും? പ്യുവർ ലൈൻ ആയിട്ടുള്ള ഡ്വാർഫ് ആണ്. ഹോമോസൈഗസ് ഡ്വാർഫ്, ഹോമോസൈഗസ് ടോൾ. ഇനി അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിയേ. മെൻഡൽ സെലക്ടഡ് 14 ട്രൂ ബ്രീഡിംഗ്. എന്താ ട്രൂ ബ്രീഡിംഗ്? എ ബ്രീഡിംഗ് ലൈൻ വിച്ച് ഹാസ് അണ്ടർഗോൺ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ, ഷോസ് സ്റ്റേബിൾ ട്രൈറ്റ് ഇൻഹെറിറ്റൻസ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ സെവറൽ ജനറേഷൻസ്. പല ജനറേഷൻസ് ഈ ഒരു ക്യാരക്ടർ തന്നെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. The generations
pea plant varieties as pairs which were similar except for one character with contrasting traits. അപ്പോ അദ്ദേഹം എടുത്തത് എന്താണ്? 14 ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ്. അത് എങ്ങനെയുള്ളതാണ്? ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ്. ആ 14 ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ, ഓരോന്നിന്റെയും ക്യാരക്ടർ ആണ് പറയുന്നത്. ആ ക്യാരക്ടർ പറയുമ്പോ നോക്കുക, ഇത് നോക്കിയേ, സീഡ് ഷേപ്പ് ഈസ് ദ ക്യാരക്ടർ. സീഡ് ഷേപ്പ് ഈസ് ദ ക്യാരക്ടർ. സീഡ് ഷേപ്പ് തന്നെ 2 ഷേപ്പാണ് സീഡിനുള്ളത്. ഫസ്റ്റ് വൺ റൗണ്ട്, ശരിക്കും വട്ടത്തിലുള്ള സീഡ്, റൗണ്ട്. സെക്കൻഡ് എന്താ? റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചുങ്ങിയിരിക്കുന്ന സീഡ്. അപ്പൊ അത് രണ്ടും 2 ഡിഫറെന്റ് ട്രൈറ്റ് അല്ലേ? ക്യാരക്ടർ ഒന്നല്ലേ? ക്യാരക്ടർ എന്താണ്? സീഡ് ഷേപ്പ് ആണ്. അതിന്റെ ട്രൈറ്റ് എന്താന്ന് നോക്കാം, റൗണ്ട്, റിങ്കിൾ. അതിനകത്ത് റൗണ്ട് എന്ന് പറയുന്നത് ഡോമിനന്റ് ട്രൈറ്റ് ആണ്. 2 സ്വഭാവങ്ങളുടെ അലീൽസ് വന്നാൽ അത് ഡോമിനേറ്റ് ചെയ്ത് കാണിക്കും, അത് ഓവർകം ചെയ്ത് കാണിക്കുന്നത് ഏത് ട്രൈറ്റ് ആണ്? റൗണ്ട് ട്രൈറ്റ് ആണ്. ഇനി സെക്കൻഡ് ക്യാരക്ടർ നോക്കുക, സീഡ് കളർ. സീഡ് കളർ എന്തൊക്കെയാ നോക്കിയേ, യെല്ലോ ഈസ് ഡോമിനന്റ് ആൻഡ് ഗ്രീൻ ഈസ് റെസസീവ്. യെല്ലോ ആണ് ഡോമിനന്റ് ആയിട്ട് കാണിക്കുന്നത് അല്ലെ? 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന അലീൽസ് വന്നാൽ അതിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് യെല്ലോയാണ്. ഗ്രീൻ അതേസമയം റെസസീവ് ആണ്. അവര് ഹൈഡ് ചെയ്ത് മറഞ്ഞിരിക്കുന്ന സ്വഭാവത്തെയാണ് നമ്മൾ റെസസീവ് എന്ന് പറയുന്നത്. തേർഡ് ക്യാരക്ടർ നോക്കിയാ, ഫ്ലവർ കളർ. ഫ്ലവർ കളറിൽ വയലറ്റ് ഈസ് ഡോമിനന്റ്, വൈറ്റ് ഈസ് റെസസീവ്. നെക്സ്റ്റ് ക്യാരക്ടർ പോഡ് ഷേപ്പ്. പോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമെയുള്ള തോട്, അതിനെയാണ് പോഡ് എന്ന് പറയുന്നത്. പോഡ് ഷേപ്പ് നോക്കിയേ, ഫുൾ, അതായത് ശരിക്കും ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻഫ്ലേറ്റഡ്, അതാണ് ഡോമിനന്റ്. കൺസ്ട്രക്റ്റഡ്, കൺസ്ട്രക്റ്റഡ് ആണ് അതിന്റെ റെസസീവ് എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്താ നോക്കിയേ, പോഡ് കളർ. ഗ്രീൻ ഈസ് ഡോമിനന്റ് ആൻഡ് യെല്ലോ ഈസ് റെസസീവ്. ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയേ, സീഡ് കളറും പോഡ് കളറും വ്യത്യാസം നോക്ക്. സീഡ് കളറിൽ യെല്ലോ ഈസ് ഡോമിനന്റ്, ഗ്രീൻ ഈസ് റെസസീവ്. പോഡ് കളറിൽ ഗ്രീൻ ഈസ് ഡോമിനന്റ്, യെല്ലോ ഈസ് റെസസീവ്. അത് മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത നോക്കുക, ഫ്ലവർ പൊസിഷൻ. എവിടെ നിന്നാണ് ഫ്ലവർ അറൈസ് ചെയ്യുന്നതെന്ന്. അതിൽ ആക്സൈൽ ഫ്ലവർ, ഈ ഡയഗ്രത്തിൽ നോക്കിയേ, ആക്സൈൽ റീജിയൻ, ലീഫിന്റെ ആക്സിസിൽ നിന്നുമാണ് അത് വരുന്നത്. ആക്സൈൽ ഫ്ലവർ ഈസ് ഡോമിനന്റ്, ടെർമിനൽ അറ്റത്ത് വരുന്നത്, ടെർമിനൽ ഈസ് റെസസീവ്. അടുത്ത നോക്കുക, സ്റ്റെം ഹൈറ്റ്. സ്റ്റെം ഹൈറ്റിൽ ടോൾ, പൊക്കമുള്ളത് ഡോമിനന്റ് ആണ്, പൊക്കം കുറഞ്ഞത് അതായത് ഡോർഫ് എന്ന് പറയും, ഡോർഫ് എന്ന് പറയുന്നത് റെസസീവ് ആണ്. അപ്പൊ നോക്കിയേ, 7 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് മെന്റൽ ഇവിടെ സെലക്ട് ചെയ്തത്. ആ 7 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് ലെഫ്റ്റ് സൈഡില്. സീഡ് ഷേപ്പ്, സീഡ് കളർ, ഫ്ലവർ കളർ, പോഡ് ഷേപ്പ്, പോഡ് കളർ, ഫ്ലവർ പൊസിഷൻ, സ്റ്റെം ഹൈറ്റ്. അതിന്റെ ഡോമിനന്റ് ട്രൈറ്റ്സ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, റെസസീവ് ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഡോമിനന്റും റെസസീവും മാറിപ്പോകാൻ പാടില്ല. അതിൽ മാറിപ്പോകാൻ ചാൻസ് ഉള്ളത് ഒന്ന് സീഡ് കളറും പോഡ് കളറും, മറ്റൊന്ന് ഫ്ലവറിന്റെ പൊസിഷൻ. നമ്മൾ നോർമലി ഓർക്കും ഫ്ലവർ പൊസിഷൻ ആക്സൈൽ എന്ന് പറയുന്നത് റെസസീവ് ആണെന്ന് നോർമലി നമ്മൾ ഓർക്കും, കാരണം ടിപ്പിൽ വരുന്നതാണല്ലോ എപ്പോഴും ഡോമിനന്റ്. ഇവിടെ അങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചാണ് കേട്ടോ. ആക്സൈൽ എന്ന് പറയുന്നത് ഡോമിനന്റും റെസസീവ് എന്ന് പറയുന്നത് ടെർമിനലും ആണ്. അപ്പോ ഇങ്ങനെയുള്ള 14 ട്രൂ ബ്രീഡിംഗ്, അതായത് ഈ 14 ട്രൂ ബ്രീഡിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടത്തിയിട്ട് മെന്റൽ എന്ത് ചെയ്തു, ഇവരെ പ്യുവർ ലൈൻസ് ആയിട്ട് കൊണ്ടുവന്നു. ക്ലിയർ? അപ്പോ 14 സ്വഭാവങ്ങളാണ് മെന്റൽ ഇവിടെ എടുത്തത്. 7 ക്യാരക്ടേഴ്സ് ആണ്, അതിലെ 14 ട്രൈറ്റ്സ്, ഓരോന്നിനും 2 ട്രൈറ്റ്സ്, കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ആണ് ഇവിടെ എടുത്തത്. ഇനി മെന്റലിന്റെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ആണ് പറയാൻ പോകുന്നത്. എന്താണ് മെന്റൽ അവിടെ ചെയ്തത് അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്ക്, he observed one trait or character at a time. One trait, ഒരു ക്യാരക്ടർ, അതിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്. ഒരേ സമയം ഒരു ക്യാരക്ടർ ആണ് മെന്റൽ ഇവിടെ എടുത്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
He crossed tall and dwarf pea plant to study the inheritance of one gene. One gene inheritance നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് one gene inheritance. അതിനെ നമ്മൾ ഒരു കാര്യം കൂടി പറയും, അതിനെ പറയുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. One gene inheritance or mono hybrid cross. അപ്പൊ മെൻഡല് ഒരു ക്യാരക്ടർ എടുക്കുകയാണ്. ഏതാ ക്യാരക്ടർ? സ്റ്റെം ഹൈറ്റ്. ഏതാ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ടോൾ ഈസ് ഡോമിനന്റ് ആൻഡ് ഡ്വാർഫ് ഈസ് റെസസീവ്. ഓക്കെ, അങ്ങനെ ഏത് സ്വഭാവം വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോ പറയുന്നത് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ സ്റ്റെം ഫ്ലവർ കളർ എടുക്കാം, പോഡ് കളർ എടുക്കാം, അല്ലെങ്കിൽ പോഡ് ഷേപ്പ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണ്. അടുത്ത നോക്കാം. Mendel hybridized plant with alternate forms of single trait monohybrid cross. The seeds produced by these crosses were grown to develop into plants of filial one. Filial one, first filial progeny or F1 generation. He then self-pollinated the tall F1 plant to produce plants of filial 2 progeny or F2 generation. അതെങ്ങനെയാണെന്നാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. മെൻഡൽ എടുത്ത 2 പ്ലാന്റ്സ് ആണ്. ഒന്ന് ടോൾ, അടുത്തത് ഡ്വാർഫ്. രണ്ടും പ്യുവർ ലൈൻസ് ആണ്. ട്രൂ ബ്രീഡിംഗ് ആണ്, പ്യുവർ ലൈൻസ് ആണ്. ടോളിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഡ്വാർഫിനെ അപ്പൊ എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യണത്? സ്മോൾ ടി, സ്മോൾ ടി. അപ്പോ ടോൾ എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണ്. ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് ഫീനോടൈപ്പ്. ജനറ്റിക് എക്സ്പ്രഷൻ, അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന പേരാണ് ജീനോടൈപ്പ്. That means here is the phenotype and here is the genotype. Tall, dwarf. ഇതിൽ നിന്നും ഗമീറ്റ് ഫോം ചെയ്യുകയാണ്. നമുക്കറിയാം ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ജീനോടൈപ്പിൽ നിന്നും ഒരൊറ്റ തരത്തിലുള്ള ഗമീറ്റ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. അതുപോലെ സ്മോൾ ടിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് ആണ് ഇത്, അല്ലേ? only one type of gamete is produced in both these individuals. എന്തുകൊണ്ടാ? ഇതിന്റെ കണ്ടീഷൻ എന്താണ്? ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ഇനി ഫെർട്ടിലൈസേഷൻ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. നോക്കുക, ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷൻ. F1 ജനറേഷനിൽ നോക്കിയേ, ഇത് രണ്ടും ഒരേപോലെയല്ലല്ലോ. ഇത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാപിറ്റൽ ടിയും വന്നു, ഒരു സ്മോൾ ടിയും വന്നു. ഇതിനെ പ്യുവർ ലൈൻസ് എന്ന് നമ്മൾ പറയില്ല. അതായത് മെൻഡൽ നോക്കിക്കഴിഞ്ഞപ്പോ F1 ജനറേഷനിൽ കിട്ടിയ എല്ലാ പ്ലാന്റ്സിന്റെയും ഫീനോടൈപ്പ് എന്ന് പറയുന്നത്, നോട്ട് ജീനോടൈപ്പ്, ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ടോൾ ആണ്. 100% പ്ലാന്റ്സ്, അതിലുണ്ടായ എല്ലാ പ്ലാന്റ്സിന്റെയും ഫീനോടൈപ്പ് ഒബ്സർവ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ടോൾ ആണ്. Then what happened to the dwarf? ഡ്വാർഫ് എവിടെ പോയി? അതെവിടെ അത് പോയത്? അപ്പൊ മെൻഡൽ എന്താ ചെയ്തതെന്ന് അറിയാമോ? അപ്പൊ മെൻഡൽ ആദ്യം എന്താ ചെയ്തത്? പ്യുവർ ലൈൻസിനെ എടുത്തു. പ്യുവർ ലൈൻസിനെ എടുത്തിട്ട് അവരെ തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്യിക്കുകയാണ്, അല്ലെ? അപ്പൊ ഇവിടെ നടന്നത് പ്യുവർ ലൈൻസ്, കണ്ടോ? ട്രൂ ബ്രീഡിംഗ് പ്യുവർ ലൈൻസിനെ എടുത്തു, ഇവരെ ക്രോസ് പോളിനേഷൻ ചെയ്തപ്പോ മെൻഡലിന് കിട്ടിയത് എന്താണ്? ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ, F1 ജനറേഷനിൽ എല്ലാ പ്ലാന്റ്സും ടോൾ ആയിട്ടാണ് മെൻഡലിന് കിട്ടിയത്. അപ്പൊ മെൻഡലിന് അറിയണം ഈ ഡ്വാർഫ് എവിടെ പോയി. ഡ്വാർഫിന്റെ ക്യാരക്ടർ ഇവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ അതിന്റെ അലിയിലുണ്ടോ എന്ന് മെൻഡലിന് അറിയില്ല. ഇതെവിടെ പോയി എന്ന് മെൻഡലിന് അറിയണം. അതിനുവേണ്ടി മെൻഡൽ എന്താ ചെയ്തേന്ന് നോക്കിയേ. ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ, F1 പ്ലാന്റ്സിനെ സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്. സെൽഫ് പോളിനേഷൻ, സെൽഫിംഗ് ഓഫ് F1 പ്ലാന്റ്സ് എന്ന് പറയും. ഇവിടെ നടത്തിയത് ക്രോസ് പോളിനേഷൻ, ഇത് സെൽഫിംഗ്. നോക്കുക, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സെൽഫിംഗ് ആണ്.
ഇതിൽ നിന്നും എത്ര ഗാമീറ്റ് ഫോം ചെയ്യും? എത്ര ഗാമീറ്റ് ഫോം ചെയ്യും? ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗാമീറ്റ് ഇത്, ക്യാപിറ്റൽ T. സെക്കൻഡ് ഗാമീറ്റ് ഇത്. ഹിയർ ഓൾസോ 2 types of gametes are produced, capital T, small t. കണ്ടോ? ഇനി ഇതിനെ ഫെർട്ടിലൈസേഷൻ, ദേ ക്യാപിറ്റൽ T ഇത് തമ്മിൽ വരുമ്പോഴോ ക്യാപിറ്റൽ T, സ്മോൾ t. ഇത് തമ്മിലോ ക്യാപിറ്റൽ T, സ്മോൾ t. ഇത് തമ്മിലോ സ്മോൾ t. നോക്കുക, ഇതെല്ലാം ജീനോടൈപ്പ് ആണ്. ഇനി ഇതിന്റെ ഫീനോടൈപ്പ് പറഞ്ഞേ. ഇത് ടോൾ ആണ് അല്ലേ? ക്യാപിറ്റൽ T വന്നു, ടോൾ ആണ്. ഇത് രണ്ടും എന്താ? ഇത് രണ്ടും ടോള് തന്നെയാണ്. ഇതും ടോളാണ്, ഇതും ടോളാണ്. ഇവിടെ നോക്കിയേ, നമ്മൾ ആദ്യം എടുത്ത പാരന്റിന്റെ ജീനോടൈപ്പ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് ഡ്വാർഫ് ആണ്. അതായത് F1-ൽ കിട്ടാത്ത ഡ്വാർഫിനെ എവിടെ കിട്ടി? ഈ ജനറേഷൻ നമ്മൾ പറയുന്നത് F2 ജനറേഷൻ എന്നാണ്. സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ ആണ്. F2-ൽ ഇവിടെ ഒബ്സർവ് ചെയ്യാത്ത പാരന്റൽ ക്യാരക്ടേഴ്സ് കിട്ടിയിരിക്കുകയാണ്. അതിന് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഡോർഫായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അതിന്റെ ഇന്റർമീഡിയറ്റ് ഫോം അല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് നമുക്കറിയണം. ഫീനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ F2-ന്റെ ആണ് പറയാൻ പോകുന്നത്. ആദ്യം ഫീനോട്ടിപ്പിക് റേഷ്യോ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ ക്യാരക്ടർ അല്ലേ? നോക്ക, ഇത് ടോള്, ഇത് ടോള്, 3 ടോളാണ് അല്ലേ? അപ്പോ 3 ടോൾ. ഡ്വാർഫ് എത്രയാണ്? ഈസ്റ്റു 1 ഡ്വാർഫ്. ഡ്വാർഫ് ഒരെണ്ണം. 3 ടോൾ ഈസ്റ്റു 1 ഡ്വാർഫ്. അതാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ. അതായത് മെന്റലിന് കിട്ടിയ 75% പ്ലാന്റ്സും 75% ഓഫ് ദ പ്ലാന്റ്സ് ആർ ടോൾ. ഓൺലി 25% എന്തായിട്ട് കിട്ടി? ഡ്വാർഫായിട്ട് കിട്ടി. ഇനി ഇതിന്റെ ജീനോടൈപ്പ് നോക്കിയേ. ജീനോടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ 1 ക്യാപിറ്റൽ T ഈസ് ടു 2 ക്യാപിറ്റൽ T സ്മോൾ t ഈസ് ടു 1 സ്മോൾ t. അതായത് 1:2 2:1. ഇത് എന്ത് റേഷ്യോ ആണിത്? ഇത് ജീനോട്ടിപ്പിക് റേഷ്യോ. ഫീനോട്ടിപ്പിക് റേഷ്യോ, ജീനോട്ടിപ്പിക് റേഷ്യോ. ഫീനോട്ടിപ്പിക് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്ന റേഷ്യോ. ഒബ്സർവബിൾ ക്യാരക്ടർ ആണ് ഫീനോടൈപ്പ്. അപ്പൊ ഒബ്സർവ് ചെയ്യുന്നത് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1. 3 tall is to 1 dwarf. That means 75% എന്താണ്? ടോളും 25% ഡോർഫ് ആണ്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് മേക്കപ്പ് ആണ് അല്ലെ? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ്. അത് മെന്റലിനെ അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് പറയുകയാണ് 1:2 2:1. അതായത് 25% ഹോമോസൈഗസ് ക്യാപിറ്റൽ ടിയും 50% ഹെറ്ററോസൈഗസും പിന്നെ ഓൺലി 25% ആണ് ഹോമോസൈഗസ് ഡ്വാർഫായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് ജനറേഷനിൽ F1 ജനറേഷനിൽ കിട്ടാത്ത ഡ്വാർഫിനെ എവിടെ കിട്ടി? F2 ജനറേഷനിൽ കിട്ടുകയാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് മെന്റൽ ഇതിൽ നിന്നും ഒബ്സർവ് ചെയ്തത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ ആണ്. ഇവിടെ എന്താ എടുത്തത്? ഏതെങ്കിലും ഒരു ക്യാരക്ടറാണ് അവിടെ എടുത്തത്. ആ ക്യാരക്ടറിനെ എന്ത് ചെയ്തു? അത് കണ്ടിന്യൂവസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടത്തിയിട്ട് അതിനെ എന്താക്കി? പ്യൂർ ലൈൻസ് ആക്കി, ട്രൂ ബ്രീഡിംഗ് ആക്കി. അതിനുശേഷം ആ ട്രൂ ബ്രീഡിങ്ങിലുള്ള 2 വെറൈറ്റീസ് തമ്മിൽ ക്രോസ് പോളിനേഷൻ നടത്തി. ക്രോസ് പോളിനേഷൻ നടത്തി കിട്ടിയ ആ പ്രോജനിയെ നമ്മൾ F1 എന്ന് പറഞ്ഞു. F1-നെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ കിട്ടിയ റേഷ്യോ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:1.
ജീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2:1. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. മെൻഡൽസ് ഒബ്സർവേഷൻ ഇൻ ഹിസ് എക്സ്പെരിമെന്റ്. നമ്മൾ ഇപ്പൊ ചെയ്ത ആ ക്രോസിൽ നിന്നും മെന്റലിന് കിട്ടിയ ഒബ്സർവേഷൻ, മെന്റൽ ചെയ്ത കാര്യങ്ങളാണല്ലോ നമ്മളിവിടെ പറഞ്ഞത്, അതിന്റെ ഒബ്സർവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഇൻ F1 ജനറേഷൻ, F1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ, മെന്റൽ ഫൗണ്ട് ദാറ്റ് all pea plants were tall. F1 എല്ലാം tall അല്ലേ? 100% of plants were tall അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ജീനോടൈപ്പ് കിട്ടിയത്. എല്ലാ പ്ലാന്റ്സും ടോൾ ആയിരുന്നു, ടോൾ. ആൻഡ് നൺ വേർ ഡോർഫ്. ഡോർഫ് കിട്ടിയോ? ഡോർഫ് കിട്ടിയില്ല. എല്ലാ പ്ലാന്റും എന്തായിരുന്നു? ടോൾ ആയിരുന്നു. അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. രണ്ടാമത് എന്താ മെന്റൽ പറയുന്നത് നോക്കുക. ഹി ഓൾസോ ഒബ്സർവ്ഡ് other pair of traits and found that F1 always resembled either one of its parent and the trait of the other parent was not found in them. അതായത് മെന്റൽ എടുത്ത 7 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇല്ലേ, ഓരോ ക്യാരക്ടേഴ്സ് മെന്റൽ നോക്കിക്കഴിഞ്ഞപ്പോഴും മെന്റലിന് കിട്ടിയത് എന്താ? ഏതെങ്കിലും ഒരു ട്രൈറ്റ് മാത്രം F1 കിട്ടും, മറ്റൊരു ട്രൈറ്റിനെ കിട്ടുന്നുമില്ല. ഇപ്പൊ നമുക്കിവിടെ ടോള് കിട്ടിയില്ലേ? ടോള് കിട്ടിയതുപോലെ ഇനിയിപ്പോ സീഡ് കളറാണെന്ന് വിചാരിക്കുക. സീഡ് കളർ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? യെല്ലോയും ഗ്രീനും ആണല്ലോ. മെന്റലിന് യെല്ലോ മാത്രമേ കിട്ടിയുള്ളൂ, ഗ്രീൻ കിട്ടിയില്ല. അപ്പൊ ഓരോ സ്വഭാവവും മെന്റൽ ഈ പറയുന്ന മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ട്രൈറ്റ് മാത്രമേ കിട്ടിയുള്ളൂ, ഒരു ട്രൈറ്റിനെ F1 കിട്ടിയില്ല. ഇനി അടുത്ത നോക്ക. ഇൻ F2 ജനറേഷൻ, F2 ജനറേഷനിൽ എന്താ ചെയ്തത്? F1 സെൽഫിങ്, അതായത് F1 സെൽഫ് പോളിനേറ്റ് ചെയ്ത്. ഇപ്പോ he found that some of the offsprings were dwarf. അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? F2 ചില ഓസ്പ്രിങ്സ് എന്തായിരുന്നു? ഡോർഫ് ആയിരുന്നു. എത്ര പെർസെന്റേജ് ഡോർഫ് എന്ന് പറഞ്ഞത്? 1:2:1 ജീനോടൈപ്പും 3:1 ഫീനോടൈപ്പും അല്ലേ? 3 tall is to 1 dwarf ഫീനോടൈപ്പ് ആണ്. 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 എണ്ണമെങ്കിൽ അതില് 25 എണ്ണമാണ് ഡോർഫ് ആയിട്ട് കിട്ടിയത് അല്ലേ? അതായത് 25% മാത്രമാണ് അവിടെ എന്തായിട്ട് കിട്ടിയത്? ഡോർഫ് ആയിട്ട് കിട്ടിയത്. മെന്റൽ കണ്ടു എന്താണ്? കുറച്ച് പ്ലാന്റ് ദേ വീണ്ടും ഡോർഫ് ആയിട്ട് വന്നിരിക്കുന്നു. F2 കുറച്ച് പ്ലാന്റ്സ് ഡോർഫ് ആയിട്ട് വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് the character which were not seen in the F1 generation were expressed in F2 generation. F1 ജനറേഷനിൽ കാണാത്ത ക്യാരക്ടർ എവിടെ വന്നു? F2 ജനറേഷനിൽ വീണ്ടും എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത നോക്കിയേ. These contrasting traits, tall and dwarf, did not show any mixing either in F1 or F2. F1 F2 ഈ ടോളും ഡോർഫും ഒരു കാരണവശാലും മിക്സ് ചെയ്തില്ല എന്ന്. മിക്സ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു ഹൈറ്റ് തന്നെ. അങ്ങനെ മെന്റൽ കണ്ടില്ല. ഈ സ്വഭാവത്തിന് ഒരു തരത്തിലുള്ള മിക്സിംഗ് അപ്പ് നടന്നില്ല എന്ന്. F1 നടന്നില്ല, F2 നടന്നില്ല. ഇനി എന്താ? സിമിലർ റിസൾട്ട് വേർ ഒബ്റ്റെയിൻഡ് വിത്ത് ദ അതർ ട്രൈറ്റ്. ബാക്കി ട്രൈറ്റുകൾ നോക്കിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി ഒരു തരത്തിലുള്ള മിക്സിംഗ് അപ്പും ഇവിടെ നടക്കുന്നില്ല. എന്താണോ പാരന്റ്, ആ പാരന്റിന്റെ ഏതെങ്കിലും ഒരു പാരന്റിന്റെ സ്വഭാവമാണ് ആർക്ക് കിട്ടുന്നത്? F1 കിട്ടുന്നത്. F2 രണ്ടുപേരുടെയും സ്വഭാവം കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു പാരന്റിന്റെ സ്വഭാവം കൂടുതൽ പ്രോജനീസിന് കിട്ടുന്നുണ്ട്, ഒരെണ്ണത്തിന്റെ വളരെ കുറച്ച് പ്രോജനീസിന് മാത്രമേ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞിട്ടില്ല, ഇനിയും വേണ്ടി. ഇതൊക്കെയാണ് മെന്റലിന്റെ ഒബ്സർവേഷൻ. ഓക്കെ, ഇനി നോക്കുക. ഇൻഫറൻസസ് ഓഫ് മെന്റൽസ് എക്സ്പെരിമെന്റ്. ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞു, ഇൻഫറൻസസ്. അതിലൊന്നാമത്തെ നോക്കുക. മെന്റൽ ഇൻഫേർഡ് ദാറ്റ് സംതിങ് വാസ് ബീയിങ് പാസ്ഡ് ഡൗൺ ഫ്രം പാരന്റ്സ് ടു ഓസ്പ്രിങ്. സംതിങ്, എന്തോ ഒന്ന് പാരന്റ്സിൽ നിന്നും പ്രോജനിയിലേക്ക് പോകുന്നുണ്ട്. മെന്റലിന് അത് എന്താന്ന് പറയാൻ പറ്റില്ല. മെന്റൽ എന്താ പറയുന്നത്? സംതിങ് പാസ്ഡ് ഡൗൺ ഫ്രം പാരന്റ്സ് ടു ഓസ്പ്രിങ് ത്രൂ ദ ഗാമീറ്റ് ഓവർ സക്സസീവ് ജനറേഷൻ. ഹി കോൾഡ് ദം ഫാക്ടേഴ്സ്. മെന്റൽ പറഞ്ഞത് സംതിങ് ഈസ് പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ദ പ്രോജനി. പക്ഷെ എന്താണെന്ന് പറയാൻ അറിയില്ല. മെന്റൽ പറഞ്ഞ എന്താ? ഫാക്ടേഴ്സ്.
ഫാക്ടേഴ്സ് ആർ പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ദ പ്രോജനീസ്. ഇപ്പൊ നമ്മൾ പറയും ദാറ്റ് ഈസ് ജീൻസ് എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം അത് ജീൻസ് ആണെന്ന്. പക്ഷെ മെന്റലിന് അതറിയില്ല. മെന്റൽ പറഞ്ഞെന്താ? ഫാക്ടേഴ്സ് ആർ പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ദ പ്രോജനീസ്. ഒന്നാമത്തത് മെന്റൽ പറഞ്ഞത് ജീൻസിന് പകരം പറഞ്ഞ പേരെന്താണ്? ഫാക്ടേഴ്സ് എന്നാണ്. ഇനി ജീൻസ് ആർ ദ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പൊ നമ്മൾ പറയുന്നതാണ് ജീൻസ് ആർ ദ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ദേ കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ റിക്വയർഡ് ടു എക്സ്പ്രസ് എ ട്രൈറ്റ്. ഒരു ട്രൈറ്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ജീൻസ് വേണം. മെന്റൽ പറഞ്ഞ ഫാക്ടേഴ്സ് ആണ് ഇവിടെ ജീൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ജീൻസ് എന്ന് പറയുന്നതാണ് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ജീൻസ് ആണ് എക്സ്പ്രസ്. അല്ലെ, ഒരു സ്വഭാവം എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് എക്സ്പ്രസ് ചെയ്യണം? ജീൻസ് എക്സ്പ്രസ് ചെയ്യണം. അടുത്തത്, genes which codes for a pair of contrasting traits are called alleles. Genes which code for a pair of contrasting traits. For example, capital T, capital T. അതെന്താണ്? അതും ഒരു പെയർ അല്ലേ? അലീലാണ്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, അതെന്താണ്? അതും അലീലല്ലേ? സ്മോൾ ടി, സ്മോൾ ടി, അതും അലീലല്ലേ? പറയുന്നത് എന്താ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഹോമോസൈഗസ് എന്ന് പറയും. സ്മോൾ ടി, സ്മോൾ ടി എന്ന് പറഞ്ഞാൽ പറയും ഹോമോസൈഗസ്. കാരണം എന്തുകൊണ്ടാ? രണ്ട് അലീൽസും സിമിലർ ആണ്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി വന്നാൽ നമ്മൾ എന്ത് പറയും? നോക്കുക, ഇത് രണ്ടും ഡിഫറെന്റ് അലീൽസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതിനെ ഹെറ്ററോസൈഗസ് എന്ന് പറയും. അത് തന്നെയാണ് മെന്റലും പറഞ്ഞത്. ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ആർ കോൾഡ് അലീൽസ് or allelomorph. alleles എന്ന് പറയാം, allelomorph എന്ന് പറയാം. That is, they are slightly different forms of the same gene. Same genes ന്റെ രണ്ട് ഫോംസ് ആണെന്ന്. അതായത് സെയിം ജീനിന്റെ രണ്ട് ഫോംസ് ആണ്. അതിനെയാണ് നമ്മൾ alleles എന്ന് പറയുന്നത്. Mendel also proposed that in a true breeding variety, true breeding എന്ന് പറഞ്ഞാൽ അറിയാലോ, pure lines, true breeding varietyയിൽ the allelic pair of the genes are identical. അല്ലേ? ട്രൂ ബ്രീഡിംഗിലാണെങ്കിൽ allelic pair എന്ന് പറയുന്നത് ഐഡന്റിക്കൽ. ഇവിടെ നോക്കിയേ, ഐഡന്റിക്കൽ. ഇവിടെ നോക്കിയേ, ഐഡന്റിക്കൽ. ട്രൂ ബ്രീഡിംഗിലാണെങ്കിൽ ഐഡന്റിക്കൽ. ഓർ അതിനെ ഹോമോസൈഗസ് എന്ന് പറയും. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി, സ്മോൾ ടി, ഹോമോസൈഗസ്. ഫോർ ടോൾ, ടോൾ ആണെങ്കിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഫോർ ഡ്വാർഫ് ഇറ്റ് ഈസ് സ്മോൾ ടി, സ്മോൾ ടി റെസ്പെക്റ്റീവ്ലി. Capital T and small t are the genotype of the plant. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്, സ്മോൾ ടി ആണ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സർവബിൾ ആണ്. അതെന്താണത്? ടോൾ, ഡ്വാർഫ്. നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിന്റെ ഹൈറ്റ്. പൊക്കം കൂടിയവരെ ടോൾ എന്ന് പറയും, കുറഞ്ഞവരെ ഡ്വാർഫ് എന്ന് പറയും. അത് ഒബ്സർവബിൾ ആണ്. അതാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നോക്കാം, ഡിസ്ക്രിപ്റ്റീവ് ടേം ടോൾ ആൻഡ് ഡ്വാർഫ് ആർ ദ ഫീനോടൈപ്പ്. ടോൾ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടേം ടോൾ, ഒബ്സർവബിൾ, അതിനെ ഫീനോടൈപ്പ് എന്ന് പറയും. ക്യാപിറ്റൽ ടി, സ്മോൾ ടി വന്നാൽ അതിനെ എന്ത് പറയും? ജീനോടൈപ്പ് എന്ന് പറയും. Then when the tall, homozygous tall ആണ്, ക്യാപിറ്റൽ ടി and dwarf, small t pea plant produce gametes. The alleles of the parental pair segregate from each other and only one allele is transmitted to the gamete. എന്ന് പറഞ്ഞാൽ എന്താ? Suppose ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗാമീറ്റ്, നോട്ട് ഗാമീറ്റ്, ജീനോടൈപ്പ്. ഇതിൽ ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഇത് സെഗ്രിഗേറ്റ് ചെയ്യും. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഗാമീറ്റ് ആര് മാത്രമായിരിക്കും? ഒരു ടി മാത്രമായിരിക്കും. ഈ ടീം വരാം, പക്ഷെ രണ്ടും സെയിം തന്നെയല്ലേ? അപ്പൊ ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ these alleles segregate ചെയ്തു പോകും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആണെങ്കിൽ ഹെറ്ററോസൈഗസ് അല്ലേ? ഹൗ മെനി ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ് ഫ്രം ദിസ് ജീനോടൈപ്പ്? ഏതൊക്കെ കിട്ടും? സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗാമീറ്റും കിട്ടും, സ്മോൾ ടി എന്ന് പറയുന്ന ഗാമീറ്റും കിട്ടും. രണ്ട് തരത്തിലെ ഗാമീറ്റ് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ രണ്ട് തരത്തിലെ അലീൽസ് ആണ്. ഇവിടെ അലീൽസ് രണ്ടും സിമിലർ ആണ്. അപ്പോൾ ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസ് എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരലീൽ, അതിന്റെ ആ പെയറിലെ ഒരെണ്ണം മാത്രമേ ഗാമീറ്റിൽ
ഫോം ചെയ്യുള്ളൂ. അതാണ് ലാസ്റ്റ് പോയിന്റ്. When the tall and dwarf pea plant produce gametes, the alleles of the parental pair segregate from each other. Segregation എന്ന് പറഞ്ഞാൽ separation. Segregate from each other and only one allele is transmitted to the gamete. Gameteൽ ഏതെങ്കിലും ഒരു allele മാത്രമേ പോവുകയുള്ളൂ. Okay. Then the gametes of the tall capital T plants have the allele capital T. Dwarf small t ആണെങ്കിലോ alleles എന്തായിരിക്കും? small t അല്ലേ? കാരണം എന്തുകൊണ്ടാ? ഹോമോസൈഗസ് അല്ലേ? ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തരത്തിലെ ഗാമീറ്റ് അല്ലേ ഫോം ചെയ്യുള്ളൂ. അതാണ് കൊടുത്തിരിക്കുന്നത്. This segregation of alleles is a random process and so there is 50% chance of gamete containing either allele as verified by the result of crossing. After fertilization of capital T and small t trait, hybrid contain capital T small t and are called heterozygous. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ എഴുതിയത് തന്നെ capital Tയും small tയും. ഇതിൽ നിന്നും കിട്ടുന്ന ഗാമീറ്റ് capital T, ഇതിൽ നിന്ന് കിട്ടുന്നത് സ്മോൾ ടി. ഫെർട്ടിലൈസേഷന്റെ സമയത്ത് നോക്കുക ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഹെറ്ററോസൈഗസ് ആണ് ഉണ്ടായത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി Mendel found the phenotype of capital T small t to be similar as capital T parent in appearance. അല്ലേ? ഈ capital T small t കിട്ടിയപ്പോഴും അതിന്റെ ഫീനോടൈപ്പ് എന്തായിരുന്നു? ടോൾ തന്നെയായിരുന്നു. അതായത് ക്യാപിറ്റൽ ടി പാരന്റിന്റെ ഫീനോടൈപ്പ് ടോൾ അല്ലേ? അത് തന്നെയാണ് ഇങ്ങനെ ഒരു ജീനോടൈപ്പിലും കിട്ടിയത്. എന്ത് തന്നെയാണ്? ടോൾ തന്നെയാണ്. He proposed that in a pair of dissimilar factor, ഇതാണ് pair of dissimilar factor, one dominate the other. ഒരാളെ ഡോമിനേറ്റ് ചെയ്യും, ഓവർകം ചെയ്ത് എക്സ്പ്രസ് ചെയ്യും. ഡോമിനേറ്റ് ദ അതർ. ക്യാപിറ്റൽ ടി ഈ കേസിൽ അതെന്താണ്? ക്യാപിറ്റൽ ടി ആണ്. ആൻഡ് ഹെൻസ് ഈസ് കോൾഡ്, അതിനെ പറയുന്ന പേരാണ് ഡോമിനന്റ് ഫാക്ടർ. വൈൽ ദ അതർ ഫാക്ടർ ഈസ്, അപ്പൊ ബാക്കിയുള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? അയാൾ അവിടെ മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹൈഡിങ് ഫാക്ടറിന് പറയുന്ന പേരാണ് റെസസീവ്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന പ്രോജനിയിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനന്റ് ഫാക്ടറും സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവ് ഫാക്ടറുമാണ്. അല്ലെ? ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനന്റ് ഫാക്ടറും സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവുമാണ്. കാരണം എന്തുകൊണ്ടാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പ് വന്നപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്ത് ടോൾ എന്ന് പറയുന്ന ഫീനോടൈപ്പിനെ കാണിച്ചു. സ്മോൾ ടി അവിടെ എന്ത് ചെയ്തു? അവരവിടെ ഹൈഡ് ചെയ്തിരുന്നു, അവരവിടെ ഒളിഞ്ഞിരുന്നു. അപ്പൊ അവരാരാ? ഒളിഞ്ഞിരിക്കുന്നവര് റെസസീവും, ഓവർകം ചെയ്തു വരുന്നവര്, ഡോമിനേറ്റ് ചെയ്തു വരുന്നത് ഡോമിനന്റുമാണ്. ഓക്കെ. ദെൻ alleles can be similar in case of homozygous. പലവട്ടം പറഞ്ഞതാണ്, സിമിലർ ആണ് ഹോമോസൈഗസ്. ഈ രണ്ടിലും ക്യാപിറ്റൽ ടി സ്മോൾ ടി ഓർ സ്മോൾ ടി ആൻഡ് ഡിസിമിലർ ഇൻ കേസ് ഓഫ് ഹെറ്ററോസൈഗസ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി. In capital T small t plant, one character is controlled by a gene, hence it is called as monohybrid. അതായത് നമ്മൾ ഇവിടെ എടുത്തെന്താ? ഒരൊറ്റ സ്വഭാവമല്ലേ എടുത്തുള്ളൂ. വൺ ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ എ ജീൻ. ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്വഭാവത്തെയാണ്. ആ ഒരു സ്വഭാവം വെച്ച് മാത്രം നമ്മൾ ക്രോസ് ചെയ്യിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? മോണോഹൈബ്രിഡ് ക്രോസ്. അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ, അതിനെയാണ് മോണോഹൈബ്രിഡ് ക്രോസ്. Cross between capital T and small t is called as monohybrid cross. അത് ഇത് തന്നെ വേണമെന്നില്ല. ഇനി നിങ്ങൾ എന്താണ് സീഡ് കളർ എടുത്തോ? യെല്ലോ ഗ്രീൻ അല്ലേ? യെല്ലോ ഗ്രീൻ എന്ന് പറയുമ്പോൾ എന്താ? ക്യാപിറ്റൽ വൈ ക്രോസ് പോളിനേറ്റഡ് വിത്ത് സ്മോൾ വൈ. അങ്ങനെ വന്നാലും എന്ത് തന്നെയാണ്? മോണോഹൈബ്രിഡ് ആണ്. ഏത് ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാലും എന്താണ്? മോണോഹൈബ്രിഡ് ക്രോസ് തന്നെയാണ്. അവിടെ ഒരൊറ്റ സ്വഭാവം മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. അതിനെയാണ് മോണോഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇനി Mendel's law of inheritance are based on the observation of monohybrid cross. മോണോഹൈബ്രിഡ് ക്രോസ് വഴി മെൻഡല് രണ്ട് ലോസ് ആണ് സജസ്റ്റ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതാണ് ലോ ഓഫ് ഡോമിനൻസ്. സെക്കൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ്സ് ദാറ്റ്
ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ജീൻസ്. മെന്റൽ ജീൻസിന് പറയുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ, പക്ഷെ ഇവിടെ നമ്മൾ ജീൻസ് തന്നെ പറയാണ്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ജീൻസ് വിച്ച് occur in pair when two alternative forms of a trait or character are present in an organism. അതായത് ഒരു ഓർഗാനിസത്തിൽ ഇങ്ങനെ രണ്ട് ക്യാരക്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ട് ക്യാരക്ടർ അല്ലേ ഇത് ടോളും ഇത് ഡോർഫും അല്ലേ? അങ്ങനെ രണ്ട് ക്യാരക്ടർ ഉണ്ടെങ്കിൽ only one factor expresses itself in F1. F1-ൽ ഒരു ഫാക്ടറെ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇവിടെ എക്സ്പ്രസ് ചെയ്ത ഫാക്ടർ ഏതാണ്? ടി മാത്രമാണ്. ടോൾ ആണ് എക്സ്പ്രസ് ചെയ്തത്. One factor expressed in F1 generation while the other factor recessive. ഇതാരാണ്? ഈ ഡ്വാർഫ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഇവര് ഹിഡൻ ഫാക്ടർ ആണ്. ഇവരെന്താ? ഇവര് റെസസീവ് ആണ് അല്ലേ? ടോൾ എന്ന് പറയുന്നത് എന്താ? ടോള് ഡോമിനന്റ് ആണ്. രണ്ട് ട്രൈറ്റിന്റെ അലീൽസ് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം എക്സ്പ്രസ് ചെയ്യും. എക്സ്പ്രസ് ചെയ്യുന്നത് ഡോമിനന്റും ഹിഡൻ ഒളിഞ്ഞിരിക്കുന്നത് ആരുമാണ്? ഡോർഫുമാണ്. while the other factor recessive remains hidden. It explains expression of genes in a cross at 3:1 ratio obtained in this F2 generation. F2 generationile phenotypic ratio എന്ന് പറയുന്നത് 3:1. F2 generationile phenotypic ratio എന്ന് പറയുന്നത് 3:1. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1. ആ രണ്ട് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ലോ ഓഫ് സെഗ്രിഗേഷൻ. സെക്കൻഡ് ലോ. മോണോഹൈബ്രിഡിലെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഡോമിനൻസ്. സെക്കൻഡ് ലോ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. സ്റ്റേറ്റ്സ് ദാറ്റ് the factors or alleles of a pair segregate from each other during gamete formation. Gamete formation ന്റെ സമയത്ത് the factors or alleles of a pair, ഒരു അലീൽ ജീൻസ് പെയർ ആയിട്ടല്ലേ, അതിലെ അലീൽസ് എന്ത് ചെയ്യും? ഇറ്റ് സെഗ്രിഗേറ്റ്, അത് സെപ്പറേറ്റ് ചെയ്യും. in a way that gamete receives only one of the two factor. എന്ന് പറയുമ്പോൾ ഗാമീറ്റിൽ ആ രണ്ട് ഫാക്ടറിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ കാണുകയുള്ളൂ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഒന്നുകിൽ ക്യാപിറ്റൽ ടി മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ സ്മോൾ ടി മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ടാ? ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ ദ അലീൽസ് ആർ സെഗ്രിഗേറ്റ്. അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് ലോസ് ആണ്. മോണോ ഹൈബ്രിഡിൽ രണ്ട് ലോസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ലോ ഓഫ് ഡോമിനൻസും രണ്ടാമത്തത് ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോണോ ഹൈബ്രിഡ് ക്രോസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആദ്യം ഓർക്കേണ്ടത് ആ മെന്റലിന്റെ 7 ക്യാരക്ടേഴ്സും അതിന്റെ 14 കോൺട്രാസ്റ്റിംഗ് ട്രൈഡ്സും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഡോമിനന്റ് ഏതാണ്, റെസസീവ് ഏതാണ്. പിന്നെ മെന്റലിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ, ജീനോട്ടിപ്പിക് റേഷ്യോ. പിന്നെ അതിൽ മെന്റൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഈ ഒബ്സർവേഷനിൽ മെന്റൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ലോസ് ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് ഇൻഹെറിറ്റൻസും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഡൈ ഹൈബ്രിഡ് പഠിക്കാം കേട്ടോ.